ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം ഉപയോഗിച്ച ഇഷ്ടികകൾ പൊട്ടിച്ചു കളയാൻ ആഹ്വാനം ചെയ്ത BJP ഉണ്ടായിരുന്നു. അതേ BJPക്ക് മറുകണ്ഠം ചാടാനും അറിയാം. പറഞ്ഞത് പറഞ്ഞില്ല എന്ന് പറയാനും അറിഞ്ഞത് അറിഞ്ഞില്ല എന്ന് പറയാനും BJPയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതേ BJPയുടെ നിലപാട് ഭരണത്തിൽ വന്നപ്പോൾ മാറി. പൊങ്കാലയ്ക്ക് ശേഷം ചുടുകല്ലുകൾ അവർ ശേഖരിച്ചു. നിർധനരായവർക്ക് വീട് നിർമ്മിക്കാൻ ഈ ഇഷ്ടികകൾ നൽകുമെന്നാണ് മേയർ VV രാജേഷ് പറഞ്ഞത്. ഇത് മോശമായ ഒരു പ്രവൃത്തിയാണെന്നല്ല പറഞ്ഞു വരുന്നത്. മുൻപ് ഇതിനൊക്കെ എതിരായതും ഭരണം തങ്ങൾക്ക് അനുകൂലമായപ്പോൾ പുത്തൻ പരിഷ്കാരം പോലെ നിലപാട് മാറ്റിയതിനെ കുറിച്ചുമാണ് പറയുന്നത്. 2018 VK പ്രശാന്ത് മേയർ ആയിരുന്നപ്പോഴാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ ശേഖരിച്ച് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് വെക്കുന്നവർക്ക് സൗജന്യമായി നൽകാൻ തീരുമാനിച്ചത്. തുടർന്ന് വന്ന മേയർ ആര്യ രാജേന്ദ്രൻ ചുടുകല്ലുകൾ ഭവന പദ്ധതിക്ക് ശേഖരിക്കുമെന്ന് പറഞ്ഞതോടെ BJP നേതാക്കൾ രംഗത്തെത്തി. സംഘപരിവാർ സംഘടനകൾ സോഷ്യൽ മീഡിയ വഴി ഇഷ്ടികകൾ നഗരസഭയ്ക്ക് നൽകരുതെന്ന് പ്രചരിപ്പിച്ചു. പൊങ്കാലയ്ക്ക് ശേഷം ചുടുകല്ലുകൾ പൊട്ടിച്ച് ഉപേക്ഷിക്കാൻ ആഹ്വാനം ചെയ്തു. ഇന്ന് നഗരഭരണം നടത്തുന്ന BJP നേതാക്കളാണ് മുൻപ് തങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഇത് ഷെയർ ചെയ്യുകയും ചെയ്തത്. കാലം മാറി. BJP നഗരസഭയുടെ ഭരണത്തിലെത്തി. ഇപ്പോൾ BJP നിലപാട് മാറ്റിയിരിക്കുന്നു. പൊങ്കാലയ്ക്ക് ശേഷം ചുടുകല്ലുകൾ ശേഖരിച്ച് വീട് നിർമ്മാണത്തിന് സൗജന്യമായി ഈ ചുടുകല്ലുകൾ നൽകുമെന്നാണ് BJP നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. അന്ന് BJP നേതാക്കൾ പറഞ്ഞത് ഇപ്പോൾ തിരുത്തി. ഇതാണ് BJPയുടെ ഇരട്ടത്താപ്പ്. അന്ന് വിശ്വാസത്തിന്റെ പേരിൽ എതിർത്തതാണ് ഇന്ന് ഭരണകൂടത്തിന്റെ പേരിൽ സ്വീകരിക്കുന്നത്. ഇതാണ് BJPയുടെ രാഷ്ട്രീയ തത്വശാസ്ത്രമെങ്കിൽ അതിൽ പുതുമയൊന്നുമില്ല. അന്ന് ഇഷ്ടിക ശേഖരണം വിശ്വാസ വിരുദ്ധമെന്ന് പറഞ്ഞവർ ഇന്ന് അതേ ഇഷ്ടികകളെ സാമൂഹ്യ സേവനമെന്ന് വിളിക്കുന്നത് സാധാരണ നിലപാട് മാറ്റമൊന്നുമല്ല, തുറന്ന രാഷ്ട്രീയ സൗകര്യവാദമാണ്. ജനങ്ങളുടെ വികാരത്തെ മുതലെടുത്ത് രാഷ്ട്രീയ ലാഭം നോക്കിയവർ കസേര കിട്ടിയപ്പോൾ പ്രായോഗികതയുടെ പേരിൽ പൂർണ്ണമായും മറുകണ്ഠം ചാടിയത് മറച്ചുവെക്കാൻ പറ്റില്ല. നിലപാട് മാറാം, പക്ഷെ അതിന് സത്യസന്ധമായ വിശദീകരണം വേണം. ഇവിടെ കാണുന്നത് അതല്ല. അധികാരത്തിനനുസരിച്ച് അഭിപ്രായം തിരിക്കുന്ന ഇരട്ടത്താപ്പാണ്.